എന്തെങ്കിലും ചെയ്തിട്ട് ഈ ക്രിസ്മസ് വെക്കേഷൻ തീരുന്നവരെങ്കിലും തിയേറ്ററിലൊന്നും പിടിച്ചു നിർത്താൻ പറ്റൂ രവിയേട്ടാ. എടാ, ഞാൻ ശ്രമിച്ചിട്ടില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പോവാ. അതല്ല, തിയേറ്റേഴ്സ് എല്ലാം ഓവർ ബുക്ക്ഡ് ആണ്. അതെങ്ങനെയാ? ഒരു വർഷം 160-ൽ പരം സിനിമകളല്ലേ ഇറങ്ങുന്നത്. കണ്ടവരും വിളിച്ചവരും ഒക്കെ പറഞ്ഞു എന്നെ ഒരുപാടങ്ങ് മോഹിപ്പിച്ചു. അവാർഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ നോക്കും, ഈ സിനിമയും തന്നെയും അംഗീകാരങ്ങൾ തേടി വരും. അങ്ങനെ ടി വിയിലൂടെ ആണെങ്കിലും കൂടുതൽ ആൾക്കാരിലേക്ക് അത് റീച്ച് ആവും. ഹലോ, എന്താണ് കണ്ണ് കണ്ടൂടെ? എന്താ എന്നെ മനസ്സിലായില്ലേ? ഹംസ രണ്ടത്താണി. മനസ്സിലായില്ല. 10-35 കൊല്ലം ചുമ്മാ ഒന്ന് പുറകോട്ട് പോയേ. തന്റെ വിളയാട്ടുകാലം മദിരാശിയില് നമ്മുടെ അനിയച്ചാര് ചെയ്യണ കണ്ടൊരു സിനിമ സംവിധാനം ചെയ്യണമെന്നൊരു പൂതി തോന്നി. അങ്ങനെ ആലപ്പി ഷെറീഫിന്റെ നല്ല 1-ാം തരം കഥയും കൊണ്ട് തന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഓർമ്മയുണ്ടോ? എന്തൊരു ചാടയായിരുന്നു, തമിഴ് ഹിന്ദി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടിപ്പോ എന്തായി? ഞാനേ കഴിഞ്ഞ ദിവസം കാറേ പോകുമ്പോ പോസ്റ്ററിൽ തന്റെ തല എന്തായാലൊന്ന് കണ്ടു കളയാമെന്ന് പറഞ്ഞ് പടം കാണാൻ പോയി. എന്നാ കൊണാപ്പ് പടവാടോ! പൊലിഞ്ഞ കഥയും നാടകക്കാരൻ തോറ്റുപോണ അഭിനയവും തനിക്ക് കണ്ടിട്ടൊന്നും തോന്നിയില്ലേ? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, സിനിമ മാറിപ്പോയെന്നും താൻ അറിഞ്ഞില്ലേ? തന്റെയൊക്കെ കാലം കഴിഞ്ഞടോ. വേണ്ട വേണ്ട, നീ ഇങ്ങോട്ട് വന്നേ. ഒരു പരിചയമില്ലാത്തവർ നമ്മളോട് എന്ത് പറഞ്ഞാലും എന്താ സാറ്? വഴിയെ പോകുന്ന വേസ്റ്റൊക്കെ എടുത്ത് തോളത്ത് വെക്കാൻ മനസ്സിലാന്ന് നമ്മളങ്ങ് വിചാരിച്ചാൽ പോരെ? നീ കേട്ടോ അയാൾ പറഞ്ഞു? ആരെന്ത് പറഞ്ഞാലും സാറിൻ്റെ ഒരു ക്യാരക്ടർ കളയാൻ പാടുണ്ടോ? സാർ ഉഗ്രൻ നടനല്ലേ? ഉഗ്രൻ നടൻ? ഇത്ര യോഗമില്ലാത്തൊരു നടനുണ്ടോടാ? സാറിനെ പോലെ ജീവിതത്തിൽ വിജയിച്ചവരൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ നമ്മളെപ്പോലുള്ളവരൊക്കെ എന്ത് പറയും? ആകാശത്തോളം സ്വപ്നങ്ങൾ ഇതാ ഇപ്പോഴും ദൂരെ ഒരു 0 വോൾട്ട് ബൾബ് പോലെ കത്തിക്കുക നമ്മുടെയൊക്കെ ലൈഫിൽ. നീ വലിയ വർത്താനൊന്നും പറയണ്ട. ഇത്രയും ദിവസമായിട്ടും നീ എൻ്റെ സിനിമ ഉണ്ട്. അല്ല, അത് പിന്നെ ഇല്ല. ഞാൻ കണ്ടോളാം സാറേ. എന്നാ നേരെ തിയേറ്ററിലേക്ക് വിട്ടോ. ഇപ്പോഴോ? ആ, ഇപ്പൊ തന്നെ. എൻ്റെ സിനിമയുടെ അവസാനത്തെ ഷോ ആടാ ഇന്ന്. अम्मी के शिरडी दिए उठ पो चाचा। नाना, अमी नाम जी चिड़ियाखाना एक ही देखे। ഹലോ, കൃഷ്ണനുണ്ണിയല്ലേ? അതെ, ഞാൻ ശ്രീരഞ്ജനിയാ. നാളെ ഡ്യുവറ്റ് കൂടെ പാടണ്ടേ? ഞാൻ ട്യൂൺ അയച്ചായിരുന്നല്ലോ. അത് നോക്കി. പക്ഷെ മെയിൽ ഏതാ ഫീമെയിൽ ഏതാ? എങ്ങനെ? അല്ല, ഞാൻ പാടേണ്ട പോർഷനെ ഫീമെയിൽ പാടേണ്ടത് എവിടൊക്കെയാണെന്ന്. അത് നേരെ നോക്കി വണ്ടി ഓടിക്കടാ. എന്തെങ്കിലും തിരക്കിലാണോ? ഈ പാതിരക്കാരാ നിന്നെ ഫോൺ ചെയ്യാൻ. ഹലോ, കേൾക്കുന്നില്ലേ? അതെ, ഞാൻ ഡ്രൈവ് ചെയ്യണം. എൻ്റെ സാറ് കൂടെ ഉണ്ട്. ടെൻഷനൊന്നും വേണ്ട, ഞാൻ രാവിലെ വിളിച്ച് പറഞ്ഞുതരാം എല്ലാം. ഓക്കെ ഓക്കെ, എന്നാ ഗുഡ് നൈറ്റ്. പടം മാറി വരും, ബാറിക്കിടന്ന് അടിയുണ്ടാക്കി വരുമെന്നും നീ ഇവിടെ ആരോടും പറയാൻ നിൽക്കണ്ട കേട്ടോ. അയ്യോ ഇല്ല സാറേ. ആ, ഇതാരാ? എന്താ ഇവിടെ? ഞാൻ പ്രകാശ് സാറ് പറഞ്ഞിട്ട് ഒരു 2 മാസത്തേക്ക് ചുമ്മാ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഡ്രൈവറാ. അച്ഛാ, കൃഷ്ണന് റിയാലിറ്റി ഷോയിലുണ്ട്. നാളെ ഞങ്ങൾ ഒരുമിച്ചാ പാട്ട് പാടുന്നത്. അതെ. ഈ ലോകം വളരെ ചെറുതാടോ ശ്രീകൃഷ്ണ. കൃഷ്ണനുണ്ണി. ആ, കൃഷ്ണനുണ്ണി. നീ വാ, നമുക്ക് വല്ലതും കഴിക്കാം. അയ്യോ വേണ്ട സാറേ, വീട്ടിലെടുത്ത് വെച്ചിട്ടുണ്ടാവും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോള് വാ. ഡ്രൈവറൊന്നും ഇല്ല കേട്ടോ, വെറുതെ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ. അത് മനസ്സിലായി. അതിനിപ്പോ എന്താ? ശരി എന്നാ, ഗുഡ് നൈറ്റ്. ഭയങ്കര തിരക്കുള്ള ദിവസമാണ്. സോ കം ടു ദ പോയിന്റ്. സർ, ഈ ബ്രൈറ്റിന്റെ പേര് കണ്ടില്ലേ? എന്തൊരു എനർജറ്റിക്കാ, നല്ലൊരു ചരിഷ്മയുണ്ട്. സാറിന്റെ പേര് നമുക്ക് അതുപോലെ മാറ്റിയേ പറ്റൂ.
ഞാനിപ്പോൾ 6 സിനിമകളും ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ പേര് മാറ്റിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാറേ അതൊരു 50 സിനിമ ആകുന്നതിന് മുന്നേ ഇപ്പോഴേ മാറ്റുന്നതല്ലേ നല്ലത്. കറക്റ്റ്. അത് മാത്രമല്ല സാർ, ഈ കൃപേഷ് എന്ന് വിളിക്കുമ്പോൾ കബീഷ് എന്ന് വിളിക്കുന്ന ഒരു ഫീലാ. എനിക്കല്ല സാർ, മറ്റുള്ളവർ. So we have found some good energetic names for you. Just read it out. വായിക്ക് കേക്കട്ടെ. സർ ആദ്യത്തെ പേര് വിനിൽ. വിനിൽ, വി നിൽ. നില്ലെന്ന് പറഞ്ഞാൽ ഒന്നുമല്ലാത്ത പേര് നമുക്ക് വേണ്ട. ഓക്കെ, അടുത്തതൊരു ട്രഡീഷണൽ പേരാണ്, പ്രദോഷ് സന്ധ്യ. മൊത്തം കഴിഞ്ഞു, കത്തി തീരുന്നു അല്ലേ? നേരം വെളുത്തിട്ടൊക്കെ വേണം വേറെ പേര് വൈകിടും. ഓക്കെ സർ, ഒരു റഷ്യൻ സ്റ്റൈൽ ഒരു പേരുണ്ട്. റഷ്യൻ പേര് നല്ലതാ സാറ്, ഹോളിവുഡിൽ പോകുമ്പോൾ ഗുണം ചെയ്യും. റഷ്യൻ പേര് വായിക്കും, മിഷ്കിൻ എന്നൊക്കെ പറയുന്ന പോലെ. ബ്രാഷ്നേവ്. വാവ്, വണ്ടർഫുൾ. പ്രാഷ്ണേ. അത് വേണ്ട സാർ. ഈ ബ്രാഷ്നേവ് എന്നുള്ളത് ഫാൻസുകാർ ചുരുക്കി ബ്രാക്കുട്ടപ്പൻ എന്ന് വലുതാക്കിയാൽ മൊത്തം കുഴപ്പമാവും. നോ സർ. കട്ട് ചെയ്ത് വിട്ടാലോ അവനെ? പറഞ്ഞു വിട്ടേക്കാം സാർ. ഇങ്ങോട്ട് താ, ഞാനിത് വായിക്കാം. അടുത്തൊരു പേര് ആക്രാന്ത്. ആക്രാന്ത് തോന്നുന്നു. ആക്രാന്ത് അല്ല സർ, ആകാന്ത്. ഇതൊരു കൂറപ്പേരാടോ. I told you now, ഇതൊന്നും സാറിന് ഇഷ്ടാവില്ല. The next name is energetic, exotic, fantabulous, ആഘോഷ്. ആഘോഷ്. ഗുഡ്. Life is an ആഘോഷം. Cinema is an ആഘോഷം. So an actor like you should have the name ആഘോഷ്. പോയിന്റ്. Fix it. നമ്മളെന്തായാലും പേര് മാറ്റുമല്ലേ? നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ആഘോഷത്തോടെ ഒരു മേനോൻ കൂടി വെച്ചാൽ കുഴപ്പമുണ്ടാവോ? ആഘോഷ് മേനോന്ന്. Nice. ആഘോഷ് മേനോൻ. ജോഷി ചിത്രത്തിൽ ആഘോഷ് മേനോൻ, പ്രിയദർശൻ ചിത്രത്തിൽ ആഘോഷ് മേനോൻ. Wow, it's quite interesting. ഈ മേനോന്മാര് പ്രശ്നം ഉണ്ടാക്കൂലായിരിക്കും അല്ലേ? Hey, no. ഇനി ബിജു മേനോൻ വല്ല കുഴപ്പമുണ്ടാക്കുമെന്ന് അറിയില്ല. പുള്ളി ഒരു പാവമാണ്, ഞാൻ പറഞ്ഞ ഡീൽ ചെയ്തോളാം. Okay, so let's clap for ആഘോഷ് മേനോൻ. Thank you. ദൈവമേ, ഈ മകൻ്റെ പ്രശ്നങ്ങളെ സ്വീകരിക്കണേ. ചെറുതും വലുതുമായ നിരവധി ചലച്ചിത്രങ്ങൾ അഭിനയിച്ചു കൂട്ടിയിട്ടും സ്വന്തം പിടിപ്പില്ലായ്മ, അന്ധവിശ്വാസം, കയ്യിലിരിപ്പ്, അങ്ങനെ ഒട്ടനേകം കാരണങ്ങൾ കൊണ്ട് തൻ്റെ സാമ്രാജ്യങ്ങൾ തകർന്നടിഞ്ഞ് അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ പൊളിഞ്ഞൂപ്പാടിളകി പാപ്പരായിരിക്കുന്ന ഈ മകനോട് കാരുണ്യം കാണിക്കണേ. പൊളിഞ്ഞൂപ്പാടിളകി അണ്ടിപോയ അണ്ണാനെ പോലെ എന്നൊക്കെ പ്രാർത്ഥനയിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ദൈവത്തിന് മനസ്സിലാവാൻ ഏറ്റവും നല്ലത് ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ഭാഷ. മണ്ടന്മാരായ മനുഷ്യന്മാർക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. സമയം കിട്ടുമ്പോൾ പോളൂട്ടി ബ്രദർ ഒന്ന് കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുത്താൽ മതി, നിറയെ അത്ഭുത സാക്ഷ്യങ്ങൾ കാണാം. ഞാനങ്ങനെ വീടുകളിൽ പോകാറില്ല, ഇതിവൻ നിർബന്ധിച്ചതുകൊണ്ടാണ്. കൈവച്ചാൽ എനിക്ക് നെഞ്ചിൻ്റെ താളമളക്കാം. മോഹൻ ഒരുപാട് സൂക്ഷിക്കണം. ഈ വർഷം ഒന്ന് കടന്നു കിട്ടണം. ബ്രദർ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞതിൽ നിന്ന് തനിക്ക് എന്താണോ മനസ്സിലായത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.